ഓഡിറ്റിംഗിൽ നിന്നുള്ള കുറച്ച് MCQ, ഇത് നിങ്ങൾ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഈ MCQവിന്റെ കൂടെ തന്നെ ഞാൻ ഈ PSCയുടെ മാത്രമല്ല നെറ്റിന്റെ ഉൾപ്പെടെ ഓഡിറ്റിംഗിൽ നിന്നുള്ള ചോദ്യം, അതായത് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ട്. അതിനകത്തൂന്ന് നമുക്ക് കുറച്ച് കണ്ടന്റ് കൂടെ നിങ്ങൾക്ക് ഇന്ന് കിട്ടും. ബുക്കും പേപ്പറും ഒക്കെ എടുത്തു വെച്ചോ. MCQ ഡിസ്കഷൻ ആണെന്നും പറഞ്ഞ് എഴുതാതിരിക്കേണ്ട, എഴുതാനുള്ള കണ്ടന്റുകൾ ഇതിനകത്തുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് ചോദ്യം നോക്കിക്കേ. Which of the following types of audit report are termed together as modified report as per Standards on Auditing 705? നമ്മൾ ഇന്നലെ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് പഠിച്ചു. അതില് സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് 705 പ്രകാരം ഇതിൽ ഏതൊക്കെയാണ് മോഡിഫൈഡ് റിപ്പോർട്ട്സ് എന്നാ ചോദിച്ചേക്കുന്നത്. നമ്മൾ സ്റ്റാൻഡേർഡുകൾ മാത്രം നോക്കി പോയതേ ഉള്ളൂ, ഓരോന്നിനെയും എടുത്തു വെച്ച് ഡെപ്തിൽ പഠിച്ചില്ല. ഈ സ്റ്റാൻഡേർഡ്സ് എല്ലാം കൂടെ ഒന്നും നിങ്ങൾ അത്ര ഡെപ്തിൽ പോകണ്ട. അപ്പൊ ഇങ്ങനെയുള്ള MCQC കൂടെ നമുക്കത് പഠിക്കാം. ഇവിടെ മോഡിഫൈഡ് റിപ്പോർട്ട്സ് ഏതാണെന്നാ ചോദിച്ചേക്കുന്നത്. സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് 705 പ്രകാരം മോഡിഫൈഡ് റിപ്പോർട്ട്. ഈ മോഡിഫൈഡ് റിപ്പോർട്ട് എന്താന്ന് ഞാനൊന്ന് പറയാം. മോഡിഫൈഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ ഇപ്പൊ ഞാനൊരു കമ്പനിയിൽ ഓഡിറ്റ് ചെയ്തു. ഞാൻ ഓഡിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അതിന്റെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അത്ര നല്ലതല്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ മൊത്തവും തെറ്റാണ്, അല്ലെങ്കിൽ എനിക്കൊരു അഭിപ്രായത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല, ഇങ്ങനെ എന്തെങ്കിലും മോഡിഫിക്കേഷൻസോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസോ ഒക്കെ വെച്ചുകൊണ്ട് എഴുതുന്ന റിപ്പോർട്ടുകളാണ് മോഡിഫൈഡ് റിപ്പോർട്ട്. ഒന്നും കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല്, ഒരു ക്ലീൻ റിപ്പോർട്ട് അല്ലാത്തതെല്ലാം മോഡിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയും. ക്ലീൻ റിപ്പോർട്ട് അല്ലാത്ത എന്തിനേയും എന്ത് പറയും? മോഡിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയും. അപ്പൊ ഇതില് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 705 റിപ്പോർട്ടിംഗ് പറഞ്ഞേക്കുന്നത് അല്ലെ, ഓഡിറ്റ് റിപ്പോർട്ട്സിനെ പറ്റിയാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ മോഡിഫൈഡ് റിപ്പോർട്ട്സ് ഇതിൽ നിങ്ങൾ പഠിച്ചത് പ്രകാരം ഏതൊക്കെയായിരിക്കും? നിങ്ങൾ പഠിച്ചത് പ്രകാരം ഏതൊക്കെയാ വരുന്നത്? നമ്മള് ഓഡിറ്റ് റിപ്പോർട്ട്സ് പഠിച്ചിട്ടില്ലേ? അപ്പൊ നമ്മൾ പഠിച്ചതിനകത്ത് ഈ മോഡിഫൈഡ് റിപ്പോർട്ട്സ് ഏതൊക്കെയായിരിക്കും? നിങ്ങളിപ്പം ബി പഠിച്ചില്ല, ഓഡിറ്റ് റിപ്പോർട്ട് വിത്ത് ആൻ എംഫസൈസ് ഓഫ് മാറ്റർ പാരഗ്രാഫ്, അത് പഠിച്ചിട്ടില്ല. ഓക്കെ, അത് വിട്ടേക്ക്. ബാക്കി മൂന്നെണ്ണം നോക്കിക്കേ. ക്വാളിഫൈഡ്, ഡിസ്ക്ലൈമർ ഓഫ് ഒപ്പീനിയൻ, അഡ്വേഴ്സ് റിപ്പോർട്ട്. ഇവിടെ മോഡിഫൈഡ് എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കൊടുക്കുന്നത് ഒരു ക്ലീൻ റിപ്പോർട്ട് അല്ലെങ്കിൽ അതിനെല്ലാം മോഡിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയും. അപ്പം ഈ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസോ ക്ലാരിഫിക്കേഷൻസോ ഒക്കെ വേണം, അല്ലെങ്കിൽ ഇതിനകത്ത് മറ്റ് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, തെറ്റുകളുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന എല്ലാ റിപ്പോർട്ടുകളും മോഡിഫൈഡ് റിപ്പോർട്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓപ്ഷൻ ബി നമുക്കറിയത്തില്ല, നമ്മൾ പഠിച്ചതല്ല. ഓഡിറ്റ് റിപ്പോർട്ട് വിത്ത് ആൻ എംഫസൈസ് ഓഫ് മാറ്റർ പാരഗ്രാഫ്, അത് അവിടെ നിർത്തിയേക്ക്. ബാക്കി നോക്കിക്കേ. ക്വാളിഫൈഡ് റിപ്പോർട്ട്, ഡിസ്ക്ലൈമർ ഓഫ് ഒപ്പീനിയൻ, അഡ്വേഴ്സ് റിപ്പോർട്ട്. ഇത് മൂന്നും മോഡിഫൈഡ് ആണോ? ഇത് മൂന്നും മോഡിഫൈഡ് റിപ്പോർട്ട് അല്ലേ? യെസ്, ഇത് മൂന്നും മോഡിഫൈഡ് റിപ്പോർട്ടാണ്. ഇനി ഓഡിറ്റ് റിപ്പോർട്ട് വിത്ത് ആൻ എംഫസൈസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് എന്ന് പറയുന്നത് മോഡിഫൈഡ് അല്ല. എന്താണെന്നറിയാമോ? അതിനെപ്പറ്റി ഞാനൊന്ന് പറയാം. ഇപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ എയും സിയും ഡിയുമാ. ABCD എന്നൊരു ഓപ്ഷൻ നമുക്കില്ല. അതുകൊണ്ട് തന്നെ മോഡിഫൈഡ് റിപ്പോർട്ട് എന്താണെന്ന് അറിയാമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസറിലേക്ക് എത്താം. എയും സിയും ഡിയും എന്തായാലും വരും. അപ്പൊ പിന്നെ ACD ആണ് മോഡിഫൈഡ് റിപ്പോർട്ട്. അപ്പൊ മോഡിഫൈഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓഡിറ്റർ കൊടുക്കുന്നത് ഒരു ക്ലീൻ ഒപ്പീനിയൻ അല്ലാത്ത പക്ഷം ബാക്കി എല്ലാ റിപ്പോർട്ടുകളും മോഡിഫൈഡ് റിപ്പോർട്ട്സാ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു അൺക്വാളിഫൈഡ് റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ മോഡിഫിക്കേഷൻ ഇല്ലാത്ത റിപ്പോർട്ട് എന്ന് പറയുന്നത്. അല്ലാത്ത പക്ഷം ബാക്കിയൊക്കെയും എന്താ? മോഡിഫൈഡ് ആ. ഇനി ഇവിടെ ഓഡിറ്റ് റിപ്പോർട്ട് വിത്ത് ആൻ എംഫസൈസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് നമ്മൾ കണ്ടല്ലേ. ഇതെന്താണെന്നറിയാമോ? ഈ എംഫസൈസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് എന്ന് പറഞ്ഞാലും സാധാരണ നമ്മുടെ അൺക്വാളിഫൈഡ് റിപ്പോർട്ടിനെയായി പറഞ്ഞേക്കുന്നത്. അൺക്വാളിഫൈഡ് റിപ്പോർട്ട് അതായത് ഞാൻ ആ കമ്പനിയിൽ ഓഡിറ്റ് ചെയ്തു, എനിക്ക് ആ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ നോക്കിയപ്പോൾ
ഒരു എന്താ പറയാ കൺസീൽമെന്റോ ഫാക്ടുകൾ കൺസീൽ ചെയ്തിട്ടില്ല, മിസ്സ്റ്റേറ്റ്മെന്റുകളൊന്നുമില്ല, അല്ലെങ്കിൽ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളെ ഒന്നും അവര് മറച്ചു വെച്ചിട്ടില്ല, ഫ്രോഡുകളില്ല, ഒന്നുമില്ല. അപ്പൊ എല്ലാം പക്കയാണ്. അപ്പൊ ഞാൻ കൊടുക്കുന്നത് ഒരു അൺക്വാളിഫൈഡ് റിപ്പോർട്ട് ആയിരിക്കും. അൺക്വാളിഫൈഡ് റിപ്പോർട്ട്. ഈ അൺക്വാളിഫൈഡ് റിപ്പോർട്ട് ആണെങ്കിലും ഇതിനകത്ത് ഇപ്പൊ ഈ കമ്പനിയിൽ എന്തെങ്കിലും ഒരു കാര്യം അവർ ഓൾറെഡി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കമ്പനിയുടെ പേരിൽ എന്തെങ്കിലും ഒരു കേസ് ഉണ്ട്, അത് കമ്പനി ആ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ താഴെ നോട്ട്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. കമ്പനിയുടെ പേരിലുള്ള കേസ് ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ഓഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അതിനകത്ത് വേറെ ഒന്നും, കമ്പനി ഒരു കള്ളത്തരവും കാണിച്ചിട്ടുമില്ല, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എല്ലാം ക്ലിയർ ആണ്, കറക്റ്റ് ആണ്. അപ്പൊ ഞാൻ ആ റിപ്പോർട്ട് എങ്ങനെ എഴുതുമെന്ന് അറിയാമോ? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം കാണിക്കുന്നത് ഒരു ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണ്. ഇനി ബാക്കിയുള്ളവരോട് പറയും, ഇന്ന ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണം, ഒരു എംഫസൈസ് കൊടുക്കണം ഈ ഏരിയയിൽ. അതായത് കമ്പനിയുടെ പേരിൽ ഒരു കേസ് ഉണ്ട്, അത് കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കാണിച്ചിട്ടുണ്ട്, അവർ ഓൾറെഡി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം, അതിലൊന്ന് ഒരു ശ്രദ്ധ കൊടുക്കണം, അത്രേ ഉള്ളൂ. ആ ഒരു ശ്രദ്ധ കൊടുക്കണം എന്ന് മാത്രം പറയുന്നു. എന്ന് വെച്ച് ഇത് കമ്പനിയിൽ അവർ കൺസീൽ ചെയ്ത് വെച്ചു എന്നൊന്നുമല്ല, കമ്പനി അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ടിനകത്തും നമ്മൾ എഴുതും ഇതൊരു ക്ലീൻ റിപ്പോർട്ടാണ്. അപ്പം ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഒരു കേസ് കമ്പനിയുടെ പേരിലുള്ളത് കൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചേക്കണം എന്ന് മാത്രം പറയും. ഇതാണ് ഓഡിറ്റ് റിപ്പോർട്ട് വിത്ത് ആൻ എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ്. ഇത് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻസോ മോഡിഫിക്കേഷൻസോ പറയുന്ന റിപ്പോർട്ടാണോ? അല്ലല്ലോ, എല്ലാം പക്കയാണെന്ന് തന്നെയല്ലേ പറയുന്നേ. ഇന്ന ഒരു കാര്യമുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണമെന്നേ പറയുന്നുള്ളൂ. ആ കാര്യവും കമ്പനി തന്നെ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്, കമ്പനി ഒന്നും മറച്ചു വെച്ചിട്ടില്ല. അതാണ് ഈ ഒരു എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ്. ഇത് മോഡിഫൈഡ് റിപ്പോർട്ട് അല്ല, ഇതിനെ ക്ലീൻ റിപ്പോർട്ടായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. കാരണം അവിടെ കമ്പനിയിൽ ഒരു തെറ്റുകളോ അല്ലെങ്കിൽ ഫ്രോഡുകളോ മിസ്റ്റേക്കുകളോ ഒന്നും നടന്നിട്ടില്ല, കമ്പനി എല്ലാം ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടല്ലോ. എടാ ഇപ്പൊ ഇങ്ങനെ ആലോചിച്ചേ, ഇപ്പൊ നമ്മളൊരു ഹെൽത്ത് ചെക്കപ്പിന് പോകുമ്പോ നമ്മുടെ ഹെൽത്ത് ഇപ്പം ഈ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിലൊരു കുഴപ്പമില്ല, എല്ലാം പക്കയാണ് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് കിട്ടിയാൽ അത് ക്ലീൻ റിപ്പോർട്ടാണ്. ഇനി ഷുഗർ കൂടുതലാണ്, BP കൂടുതലാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ റിപ്പോർട്ട് കിട്ടുന്നതാണ് ഈ മോഡിഫൈഡ് റിപ്പോർട്ട്. അതാണ് നമ്മൾ പറഞ്ഞ ക്വാളിഫൈഡും ഡിസ്ക്ലെയിമർ ഒപ്പീനിയനും അഡ്വേഴ്സും അതെല്ലാം മോഡിഫൈഡ് ആണ്. ഇനി ഓഡിറ്റ് റിപ്പോർട്ട് വിത്ത് എംഫസൈസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇതേ കാര്യം, ഇപ്പൊ നമ്മളൊരു ഹെൽത്ത് ചെക്കപ്പിന് പോയി, ഡോക്ടർ നമ്മുടെ ഹെൽത്ത് എല്ലാം നോക്കിയിട്ട് പറയാം എല്ലാം പക്കയാണ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സർജറിക്കൊക്കെ ശേഷമാണ് ഈ ചെക്കപ്പ് ചെയ്യുന്നതെങ്കിൽ ഡോക്ടർ പറയും ബാക്കി റിപ്പോർട്ട് പ്രകാരം എല്ലാം ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, പക്ഷെ നിങ്ങൾ ഈ ഒരു സർജറി കഴിഞ്ഞത് കൊണ്ട് ഒരു 2 മാസം ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. അപ്പം റിപ്പോർട്ടിൽ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇതാണ് ഓഡിറ്റ് റിപ്പോർട്ട് വിത്ത് ആൻ എംഫസൈസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് എന്ന് പറയുന്നത്. അത് ക്ലീൻ റിപ്പോർട്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ കണ്ടോ, മോഡിഫൈഡ് എന്ന് പറഞ്ഞാല് ബിസിനസ്സിന് എന്തെങ്കിലും ഒരു പ്രശ്നം കാണും, അത് കറക്റ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൺസീൽ ചെയ്തു, ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളായിരിക്കും. ആ സമയത്താണ് മോഡിഫൈഡ് ഒപ്പീനിയൻ ആര് തരുന്നേ? ഓഡിറ്റർ തരുന്നേ. ഇനി ബിസിനസ്സിൽ ഒരു പ്രോബ്ലം ഉണ്ട്, അത് കറക്റ്റ് ആയിട്ട് ബിസിനസ് തന്നെ കമ്പനി തന്നെ ഡിസ്ക്ലോസും ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ ഒരു എംഫസൈസ് ഓഫ് മാറ്റർ വെച്ചിട്ടായിരിക്കും ഓഡിറ്റ് റിപ്പോർട്ട് തരുന്നത്. അതായത് ഓഡിറ്റ് റിപ്പോർട്ട് ക്ലീൻ തന്നെയാണ്, അതിനകത്ത് ഈ മാറ്റർ പാരഗ്രാഫിനെ ഒന്ന് ഊന്നൽ കൊടുക്കും. ഓക്കെ, ക്ലിയർ ആയില്ലേ നിങ്ങൾക്കത്? ഇനി നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. സബ്സിഡറി ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റിംഗ്. ഒബ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞു, പ്രൈമറി ഒബ്ജക്റ്റീവും സബ്സിഡറി ഒബ്ജക്റ്റീവ്സും. അതിൽ സബ്സിഡറി ഒബ്ജക്റ്റീവിൽ വരുന്നത് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് ആണ് അല്ലെ. ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. യെസ്, നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് വന്നേ. ഷെഡ്യൂളിംഗ് ഡേറ്റ്സ് ഫോർ ഇന്ററിം ആൻഡ് ഇയർ എൻഡ് ഓഡിറ്റ് പ്രൊസീജിയർ ഈസ് എ ഗോൾ ഓഫ്
ഇവിടെ നമ്മൾ ഏതാണ് ആൻസർ കൊടുക്കുന്നത്? ഷെഡ്യൂളിംഗ് ഡേറ്റ്സ് ഫോർ ഇന്ററിം ആൻഡ് ഇയർ എൻഡ് ഓഡിറ്റ് പ്രൊസീജിയർ. കൃത്യമായിട്ട് നോട്ടിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിത് പഠിച്ചപ്പോ നോട്ടിനകത്ത് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിക്കണേ. ഷെഡ്യൂളിംഗ് ഡേറ്റ്സ് ആണ്, അതായത് ഇന്ററിം ഓഡിറ്റോ ഇയർ എൻഡ് ഓഡിറ്റോ ഒക്കെ നടത്തുമ്പോ അതിന്റെ ഡേറ്റുകൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നത്. ഡേറ്റ്സ് ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നത് എവിടെയാ, എപ്പോഴാ? പറഞ്ഞോ എല്ലാരും പറഞ്ഞോ, എന്നിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകാം. ആ, ബാക്കിയുള്ളവരും കൂടെ. എടാ എല്ലാരും ഒന്ന് ആൻസർ ചെയ്തേ. എത്രത്തോളം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു എന്ന് അറിയാമല്ലോ. എല്ലാരും ഒന്ന് പറഞ്ഞേ. ആ, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഷെഡ്യൂളിംഗ് ഡേറ്റ്സ് ഫോർ ഇന്ററിം ആൻഡ് ഇയർ എൻഡ് ഓഡിറ്റ് പ്രൊസീജിയർ ഈസ് എ ഗോൾ ഓഫ്. ഇവിടെ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നതിന്റെ എന്നാണ് അതിന്റെ ഡേറ്റുകളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നു. ഇതൊക്കെ ഓഡിറ്റ് പ്രോഗ്രാം ആണോ ഓഡിറ്റ് പ്ലാനിങ് ആണോ? നമ്മൾ എഴുതിയ നോട്ട് നോക്കിയോ? നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന നോട്ടിനകത്ത് ഓഡിറ്റ് പ്രോഗ്രാമും ഓഡിറ്റ് പ്ലാനിങ്ങും രണ്ടും രണ്ടാണ് കേട്ടോ. രണ്ടും രണ്ട് കോൺസെപ്റ്റുകളാണ്. ഞാൻ നിങ്ങളെ ഇപ്പൊ ആ നോട്ട് നമുക്കൊന്ന് എടുക്കാം. നമ്മൾ പഠിച്ച നോട്ടാണ് കേട്ടോ, നിങ്ങളുടെ കയ്യിലുള്ള നോട്ടുകളാണ്. ആദ്യം ഫസ്റ്റ് ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്നതാ. ഇവിടെ ഓഡിറ്റിങ്ങിന്റെ പ്രോസസ്സാ. ഓഡിറ്റ് പ്ലാനിങ്. ഓഡിറ്റ് പ്ലാനിങ്ങിനകത്ത് നമ്മൾ എന്താ പറഞ്ഞേ? ഡെവലപ്പിംഗ് ആൻഡ് ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി ആൻഡ് ഡീറ്റെയിൽഡ് ഓഡിറ്റ് പ്ലാൻ. അപ്പൊ അതിനകത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യുമെന്നാ പറഞ്ഞേക്കുന്നത്? എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് എഴുതിയിട്ടുണ്ട്. ഇനി ഓഡിറ്റ് പ്ലാനിങ്ങിനകത്ത് എന്തൊക്കെയാ കമ്പോണന്റുകൾ പറഞ്ഞേക്കുന്നത്? ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി വേണം, പറയും. ടൈം ഷെഡ്യൂള്, ഓഡിറ്റിങ്ങിന്റെ ടൈം ഷെഡ്യൂൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. സ്റ്റാഫിംഗ് പ്ലാന്, ഇതൊക്കെ ഓഡിറ്റ് പ്ലാനിങ്ങിനകത്ത് ചെയ്യുന്നതാ. ഈ നോട്ട് നിങ്ങളുടെ കയ്യിലുള്ള നോട്ടാ, നമ്മൾ എടുത്ത നോട്ടുകളാ. കണ്ടോ? ടൈം ഷെഡ്യൂൾ. ടൈം ഷെഡ്യൂൾ ഒക്കെ എവിടെയാ നോക്കുന്നേ? ഓഡിറ്റ് പ്ലാനിങ്ങിലാണ് കേട്ടോ. ഓഡിറ്റ് പ്ലാനിങ്. ഒരാളത് കറക്റ്റ്, മിഥില കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അതായത് ടൈം ഷെഡ്യൂൾസ് ആണ്, അതായത് നമ്മുടെ ഓഡിറ്റിങ്ങിന്റെ എന്ന് ചെയ്യണം, അപ്പൊ അതിന്റെ ടൈം എന്ന് തുടങ്ങി എന്ന് തീർക്കണം, ഇങ്ങനെയുള്ള ടൈം ഷെഡ്യൂളിംഗ് ഒക്കെ ഓഡിറ്റ് പ്ലാനിങ്ങിലാണ്. ഇനി ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുമ്പോ നമ്മൾ എങ്ങനെയാണ് ഈ ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം, ആ ഒരു ബ്ലൂ പ്രിന്റ് ആണ് ഓഡിറ്റ് പ്രോഗ്രാം. ചെയ്യാൻ പോകുന്ന കാര്യത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റാ. പ്ലാനിങ് എന്ന് പറയുമ്പോൾ അതിന് മുന്നേ, കുറച്ചുകൂടെ മുന്നേ, ഓഡിറ്റ് പ്രോഗ്രാം ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് കുറച്ചുകൂടെ മുന്നേ ചെയ്യുന്ന ഈ പ്ലാനിങ്, അതിനകത്ത് ഈ ഷെഡ്യൂളുകൾ, ഡേറ്റുകളും ടൈം ഫ്രെയിമും ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് പ്ലാനിങ്ങിലാണ്. ഓക്കെ, യെസ്. ഓഡിറ്റ് പ്ലാനിങ് നിങ്ങളുടെ കയ്യിലുണ്ട്, നമ്മുടെ നോട്ട് ഉണ്ട് കേട്ടോ. നോട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അടുത്ത നോക്കിക്കേ, മിസ്റ്റേക്സ് ആൻഡ് എറേഴ്സ് ഡിറ്റക്റ്റഡ് ആർ റെക്കോർഡഡ് ഇൻ ഓഡിറ്റ് നോട്ട്ബുക്ക്, വർക്കിംഗ് പേപ്പർ, എവിഡൻസ് പേപ്പർ, നൺ ഓഫ് ദീസ്. മിസ്റ്റേക്സ്, ഓഡിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്ക്, നമ്മൾ കണ്ടുപിടിക്കുന്ന മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്ന എററുകളോ ഒക്കെ നമ്മൾ എഴുതി വെക്കുന്നത് ഓഡിറ്റ് നോട്ട്ബുക്കിലാണ് അല്ലെ. ഓഡിറ്റ് നോട്ട്ബുക്കാ. നമ്മളെ നിങ്ങൾക്ക് ഈ ഓഡിറ്റിങ് പഠിക്കുന്നതിന് മുന്നേ ഈ വർക്കിംഗ് പേപ്പറും നോട്ട്ബുക്കും എല്ലാം ഒരു കൺഫ്യൂഷൻ അല്ലായിരുന്നോ? തമ്മിൽ ഒരു
കൺഫ്യൂഷൻ അല്ലായിരുന്നു, എല്ലാം ഒരേപോലെ തോന്നുമായിരുന്നല്ലോ. ഇപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയില്ലേ? ഇത് ചോദിക്കും കേട്ടോ, ഇത് ചോദിക്കുന്നയാ. ഇപ്പൊ നോട്ട്ബുക്ക് എന്താണ്, വർക്കിംഗ് പേപ്പർ എന്താണ്, ഓഡിറ്റ് ഫയൽ എന്താണ്, ഓഡിറ്റ് പ്രോഗ്രാം എന്താണ്, ഇത് ഓരോന്നും സെപ്പറേറ്റ് കോൺസെപ്റ്റുകളാ. അതെല്ലാം ക്ലിയർ അല്ലേ? അപ്പൊ ഓഡിറ്റിംഗിന്റെ ഭാഗമായിട്ട് ഓഡിറ്റ് ചെയ്യുമ്പോൾ ഓഡിറ്റർ കാണുന്ന മിസ്റ്റേക്കുകളും എററുകളും എല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നത് ഓഡിറ്റ് നോട്ട്ബുക്കിലായിരിക്കും. യെസ്, ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്ന് പറയുമ്പോൾ ഓഡിറ്റിംഗിന്റെ ഭാഗമായിട്ട് ഓഡിറ്റർ എടുക്കുന്ന എല്ലാ എവിഡൻസുകളെയും ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്നും പറയാം അല്ലെ. ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്തൊക്കെ കാര്യങ്ങൾ എടുക്കുന്നു അതെല്ലാം ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ ആണ്, എവിഡൻസുകൾ തന്നെയാണ്. യെസ്, ഓക്കെ. അടുത്ത ചോദ്യം നോക്കിക്കേ. ഇത് നിങ്ങൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാ. ഇത് സെയിം ക്വസ്റ്റ്യൻ വീണ്ടും എടുത്തിട്ടേക്കുന്നത് എന്താണെന്നറിയാമോ? 2 ക്വസ്റ്റ്യൻ പേപ്പറാ. അതായത് ഒരു പ്രാവശ്യം ചോദിച്ച അതേ ചോദ്യം മറ്റൊരു എക്സാമിന്, PSCയുടെ തന്നെ വേറൊരു എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. അറേഞ്ച്മെന്റ് ഓഫ് ഡ്യൂട്ടീസ് അലോക്കേറ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ വർക്ക് ഓഫ് വൺ പേഴ്സൺ ഈസ് ഓട്ടോമാറ്റിക്കലി ചെക്ക്ഡ് ബൈ അനദർ. യെസ്, ഇന്റേണൽ ചെക്ക് ആണ് അല്ലെ. ഇന്റേണൽ ചെക്ക്, ഒരാളുടെ ജോലി, ഒരാൾ ചെയ്യുന്ന വർക്ക് മറ്റൊരാൾ ഓട്ടോമാറ്റിക്കലി ചെക്ക് ചെയ്ത് പോകുന്ന തരത്തിൽ വർക്ക് അറേഞ്ച് ചെയ്യുന്നതിനെ ഇന്റേണൽ ചെക്ക് എന്ന് പറയും. യെസ്, അടുത്ത ചോദ്യം നോക്കിക്കേ. An investigation of business from the highest level downward in order to ascertain whether sound management prevails throughout the company. ഇതിനെ പറയുന്ന പേരെന്താ? ഒന്ന് വായിച്ച് മനസ്സിലാക്കിക്കേ. പറഞ്ഞോ, വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അതങ്ങ് കമന്റ് ചെയ്തോ. ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ബിസിനസ് ഫ്രം ഹയസ്റ്റ് ലെവൽ ഡൗൺവേർഡ്, അതായത് നമ്മുടെ ബിസിനസ്സിനകത്ത് ഏറ്റവും ടോപ്പ് ലെവൽ തൊട്ട് ഡൗൺവേർഡിലേക്ക് എന്തൊക്കെയാ നോക്കുന്നത്? അസർട്ടൈൻ വെദർ സൗണ്ട് മാനേജ്മെന്റ് പ്രിവെയിൽ ത്രൂ ഔട്ട് ദ കമ്പനി. അതായത് ഈ ടോപ്പ് ലെവൽ ടു ലോവർ ലെവൽ വരെ നല്ല രീതിയിലുള്ള ഒരു മാനേജ്മെന്റ് ഉണ്ടോ എന്ന് നോക്കുന്നതാണ് മാനേജ്മെന്റ് ഓഡിറ്റ്. യെസ്, ശരിയാ, ഓപ്ഷൻ ഡി തന്നെയാ കറക്റ്റ്, മാനേജ്മെന്റ് ഓഡിറ്റ്. ബാക്കിയുള്ളത് നിങ്ങൾ നോക്കിക്കേ. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് പഠിച്ചതാണ്, നമുക്കറിയാം. പെർഫോമൻസ് ഓഡിറ്റ്, പ്രൊപ്രൈറ്റി ഓഡിറ്റ്, ഇത് നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു കോൺസെപ്റ്റാ, എടുക്കണം. നമുക്ക് ഓരോന്നും നോക്കാം. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്താണെന്നറിയാം, നമ്മൾ പറഞ്ഞു ലോ പറയുന്നതാണ് അല്ലെ. ലോ കമ്പൾസറി ആയിട്ട് പറയുന്ന ഓഡിറ്റ് ആണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. ഇത് നടത്തുന്ന എന്തിനാ? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒരു ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണോ കാണിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യാൻ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് നടത്തും. ഇനി പെർഫോമൻസ് ഓഡിറ്റ്, നിങ്ങൾക്ക് ഈ പെർഫോമൻസ് ഓഡിറ്റും അതേപോലെ തന്നെ ഇപ്പൊ പഠിച്ച മാനേജ്മെന്റ് ഓഡിറ്റും ഇത് തമ്മിലൊന്നും തിരിഞ്ഞു പോവരുത് കേട്ടോ, തിരിഞ്ഞു പോവരുത്. പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാമോ? നമ്മുടെ ഓർഗനൈസേഷനകത്തുള്ള ഈ 3 കീ എലമെന്റുകളെയാ നോക്കുന്നത്. അതായത് പെർഫോമൻസ് ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് പ്രോഗ്രാംസ്, നമ്മുടെ കമ്പനിക്കകത്ത് ആക്ടിവിറ്റീസിന്റെ എല്ലാം എക്കണോമി, എഫിഷ്യൻസി, ഇഫക്റ്റീവ്നെസ്, നമ്മുടെ ഓർഗനൈസേഷന്റെ ഇന്റേണൽ എക്കണോമി, എഫിഷ്യൻസി, ഇഫക്റ്റീവ്നെസ്, ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ടാണോ പോകുന്നത് നോക്കുന്നതാണ് പെർഫോമൻസ് ഓഡിറ്റ്. ഇത് 3ൽ നിന്നുമാണ് കമ്പനിയുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. എക്കണോമി എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട റിസോഴ്സുകൾ ഒപ്റ്റിമം ആയിട്ട്, അതായത് ലോവസ്റ്റ് പോസിബിൾ കോസ്റ്റിൽ നമുക്ക് റിസോഴ്സുകളെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എക്കണോമിയാണ്. അതായത് എക്കണോമി ഉണ്ട്, എക്കണോമിക്കലായിട്ട് ആ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ പറയത്തില്ലേ എക്കണോമിക്കലായിട്ട് നോക്കിയാൽ, അതായത് നമ്മുടെ പൈസ ചുരുക്കി നോക്കിയാൽ അതാണ് ഈ എക്കണോമിക്കൽ. അപ്പോ കമ്പനിക്കകത്ത് റിസോഴ്സുകൾ ലോവസ്റ്റ് പോസിബിൾ കോസ്റ്റിൽ കിട്ടുന്നുണ്ടെങ്കിൽ കമ്പനി എക്കണോമിക്കലായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇനി എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഈ റിസോഴ്സുകളെ ഒപ്റ്റിമം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ
നമ്മുടെ റിസോഴ്സുകൾ ഇപ്പൊ മെന്നോ മെറ്റീരിയലോ മെഷീനറിയോ എല്ലാം ഒപ്റ്റിമം ആയിട്ട് എന്ന് പറഞ്ഞാൽ വിത്ത് ലോവസ്റ്റ് കോസ്റ്റ് മാക്സിമം എഫിഷ്യൻസിയിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി എഫിഷ്യന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാല് ഒബ്ജക്റ്റീവുകളെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിൽ കൂടിയാണ് ഇഫക്റ്റീവ്നെസ് അളക്കുന്നത്. നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവുകൾ എത്രത്തോളം അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒബ്ജക്റ്റീവുകൾ എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇഫക്റ്റീവായിട്ടാണ് ബിസിനസ് മുന്നോട്ട് പോകുന്നത്. ഈ 3 കാര്യങ്ങൾ എക്കണോമി, എഫിഷ്യൻസി, ഇഫക്റ്റീവ്നെസ്, ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി അതെല്ലാം ഓക്കെ ആണെങ്കിൽ ബിസിനസിന്റെ ഓവറോൾ പെർഫോമൻസ് ഓക്കെ ആണെന്ന് പറയാം. അപ്പൊ ഇതിനെ അസസ് ചെയ്യുന്നതാണ് പെർഫോമൻസ് ഓഡിറ്റ്. ഓർഗനൈസേഷനകത്തുള്ള ഈ എക്കണോമി, എഫിഷ്യൻസി, ഇഫക്റ്റീവ്നെസ്, ഇത് 3ഉം എത്രത്തോളം ബെറ്റർ ആയിട്ടാണ് പോകുന്നത് എന്ന് ചെക്ക് ചെയ്യുന്നതാണ് പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ഓഡിറ്റ് ഇതല്ലല്ലോ. മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനകത്തുള്ള ഇന്റേണൽ മാനേജ്മെന്റാ. മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിങ്, ഈ പ്രോസസ്സുകളൊക്കെ എത്രത്തോളം ബെറ്റർ ആയിട്ട് പോകുന്നു അതാണ് മാനേജ്മെന്റ് ഓഡിറ്റ് നോക്കുന്നത്. ഇനി പ്രൊപ്രൈറ്റി ഓഡിറ്റ് ഉണ്ട്. ഈ പ്രൊപ്രൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? പ്രൊപ്രൈറ്റി ഈ പ്രോപ്പർനെസ് ആണ്. പ്രോപ്പർനെസ് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ്നെസ് എന്നൊക്കെ നമ്മൾ പറയും. അതായത് നമ്മുടെ ഓർഗനൈസേഷൻ, നിങ്ങൾ ഈ കീവേഡ് നോക്കിക്കോണേ, വിസ്ഡം, പ്രൂഡൻസ്, അപ്രോപ്രിയേറ്റ്നെസ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു കീവേഡ് വന്നാൽ പ്രൊപ്രൈറ്റി ഓഡിറ്റ് ആണ് കേട്ടോ. പ്രൊപ്രൈറ്റി, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കീവേഡ്സ് ആണ് ഈ വിസ്ഡം, പ്രൂഡൻസ്, അപ്രോപ്രിയേറ്റ്നെസ് എന്നൊക്കെ പറയുന്നത്. പിന്നെ എന്താണ് നമുക്ക് നോക്കാം. പ്രൊപ്രൈറ്റി ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഓർഗനൈസേഷനകത്തുള്ള കാര്യങ്ങള് റീസണബിൾ ആണോ? ഇപ്പം എല്ലാം ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എല്ലാം ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ലീഗൽ ആണോ എന്ന് മാത്രമല്ല നോക്കുന്നേ, പകരം അത് റീസണബിൾ ആണോ? ഇപ്പം മണി സ്പെൻഡ് ചെയ്യുന്നത് റീസണബിൾ ആയിട്ടാണോ, കെയർഫുള്ളി സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ പൈസയുടെ കാര്യങ്ങളും കണക്കുകളും എല്ലാം നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതി വെച്ചിട്ടുണ്ട്, അപ്പൊ എല്ലാം ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ലീഗാലിറ്റി മാത്രമല്ല, പ്രൊപ്രൈറ്റി ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ലീഗാലിറ്റിക്ക് അപ്പുറത്തേക്ക് ഒരു എത്തിക്സ് കൂടെ നോക്കുക. അതായത് ഈ ബിസിനസ് എത്തിക്കലായിട്ടാണോ മുന്നോട്ട് പോകുന്നത്? അതായത് ഇപ്പൊ ഇവരുടെ പൈസ ഇവര് കണ്ടമാനം ചെലവാക്കുന്നുണ്ടോ? പബ്ലിക്കിന്റെ പൈസ എടുത്തിട്ട് കമ്പനിയുടെ തലപ്പത്തുള്ളവർക്ക് വേണ്ടിയിട്ട് ലക്ഷറി ആയിട്ടുള്ള അവർക്ക് ലക്ഷറി ഫെസിലിറ്റീസ് പണിയുന്നു, അവർക്ക് ലക്ഷറി ഓഫീസ് റൂമുകൾ പണിയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ ശരിയാണോ, അത് എത്തിക്കലാണോ നോക്കുന്നതാണ് പ്രൊപ്രൈറ്റി ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇപ്പൊ നമുക്കൊരാള് പൈസ തന്നു, ഒരു 2000 രൂപ തന്നു, നമുക്ക് പഠനത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചോളാൻ പറഞ്ഞു. ആ പൈസ നമുക്ക് കിട്ടി, അത് നമ്മുടെ പൈസയായി. നമ്മൾ അത് വെച്ച് പഠനത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ് മേടിച്ചതെങ്കിൽ നമ്മൾ എത്തിക്കലായിട്ടാ ചെയ്തത്. ഇനി ആ പൈസ മേടിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് 100 രൂപയ്ക്ക് ഒരു ബുക്ക് മാത്രം മേടിച്ചു, ബാക്കി പൈസക്ക് നമ്മൾ പോയി ഫുഡ് കഴിച്ചു. അപ്പൊ നമ്മളെ എത്തിക്കലായിട്ടല്ല ചെയ്തേ. അവിടെ നമ്മൾ എത്തിക്കലായിട്ടല്ല കാര്യം ചെയ്തത്. അതാണ് ഈ പ്രൊപ്രൈറ്റി ഓഡിറ്റിൽ നോക്കുന്നത്. കമ്പനി ഇപ്പൊ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നുണ്ട്, എന്നിട്ട് അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ചെലവുകളാണോ ഇവർ ഈ കൊണ്ടുപോകുന്നത്, ആവശ്യമുള്ള കാര്യങ്ങൾക്കാണോ ഈ എക്സ്പെൻസുകളെല്ലാം കമ്പനിക്ക് ആവശ്യമുള്ളതാണോ, അതോ ഈ ഒരു കാര്യമില്ലാതെ നടത്തുന്നതാണോ എന്നൊക്കെ നോക്കുന്നതാണ് പ്രൊപ്രൈറ്റി ഓഡിറ്റ്. അപ്പൊ ജസ്റ്റ് ഒരു നിയമത്തിനപ്പുറം, അതായത് ലീഗാലിറ്റിക്ക് അപ്പുറത്തേക്ക് ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ എത്തിക്സും കൂടെ നോക്കുന്നതാണ് പ്രൊപ്രൈറ്റി ഓഡിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ പ്രൊപ്രൈറ്റി ഓഡിറ്റ്? ആ ട്രാൻസാക്ഷൻസ് എത്രത്തോളം അപ്രോപ്രിയേറ്റ് ആണ്, അവിടെ ആ ഒരു എത്തിക്സും കൂടെ നോക്കും. എല്ലാം ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും, എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്, ഒരു കള്ളത്തരവും ഇല്ല, ഒരു ഫ്രോഡും ഇല്ല, ഒരു മിസ്റ്റേക്കും ഇല്ല. പക്ഷേ ഇതൊക്കെ റീസണബിൾ ആണോ? ഇപ്പം കമ്പനി ഓഫീസ് ചെയറിന് വേണ്ടി 50 ലക്ഷം രൂപ, നമ്മുടെ ഡയറക്ടർക്ക് ഇരിക്കേണ്ട ചെയറിന് 50 ലക്ഷം, ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അത് റീസണബിൾ അല്ലല്ലോ. ഡയറക്ടർക്ക് ഇരിക്കേണ്ട ഒരു ചെയർ വാങ്ങാൻ 50 ലക്ഷം എന്ന് പറഞ്ഞൊരു എക്സ്പെൻസ് എഴുതി വെച്ചേക്കുക. അതൊട്ടും
എത്തിക്കലോ റീസണബിളോ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അങ്ങനെ അതും കൂടെ നോക്കുന്നതാണ് പ്രൊപ്രൈറ്റി ഓഡിറ്റ് എന്ന് പറഞ്ഞ പ്രൊപ്രൈറ്റി ഓഡിറ്റ്. പിന്നെ മാനേജ്മെന്റ് ഓഡിറ്റ് നമ്മൾ പഠിച്ചു. മാനേജ്മെന്റ് പോളിസീസ്, നമ്മുടെ ഓർഗനൈസേഷന്റെ ഓവറോൾ മാനേജ്മെന്റ് പോളിസീസും ഡിസിഷൻസും അതേപോലെ ഈ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിംഗ് ഒക്കെ എത്രത്തോളം ബെറ്റർ ആയിട്ടാണ് പോകുന്നത്, അതിന്റെ ഇവാലുവേഷൻ ആണ് മാനേജ്മെന്റ് ഓഡിറ്റ്. ഇവിടെ നമ്മുടെ ആൻസർ മാനേജ്മെന്റ് ഓഡിറ്റ് ആണ് അല്ലേ? യെസ്. അടുത്ത ചോദ്യം നോക്കിക്കേ. ഇത് നമുക്കറിയാവുന്നതാ. when the auditor is satisfied with the fairness of balance sheet and profit and loss account, he will give a സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ കൊടുക്കുന്ന റിപ്പോർട്ട് ഏതായിരുന്നു? യെസ് യെസ്, വെരി ഗുഡ്. അൺക്വാളിഫൈഡ് റിപ്പോർട്ട് അല്ലെ? അൺക്വാളിഫൈഡ് റിപ്പോർട്ട്. യെസ്. ഇത് നോക്കിക്കേ, ഈ ഒരു ചോദ്യം നോക്കിക്കേ. ഓൺ കംപ്ലീഷൻ ഓഫ് ആനുവൽ ഓഡിറ്റ് the auditor's report is issued on 31st March, 31st December, any date later than the end of the period. All of these are correct. ഇത് നിങ്ങളുടെ ഒരു ലോജിക്ക് വെച്ചൊന്ന് ആൻസർ ചെയ്തേ. എല്ലാരും ആൻസർ ചെയ്യണം കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ലോജിക്ക് വെച്ച് ആൻസർ ചെയ്യണ്ട. എല്ലാരും ഒന്ന് ആൻസർ ചെയ്തേ. എത്രത്തോളം ചിന്തിക്കുന്നുണ്ടെന്ന് നോക്കട്ടെ. പറഞ്ഞോ, എല്ലാരും പറഞ്ഞോ. ശബാന എല്ലാം പറഞ്ഞു കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ മാർക്ക് അല്ലയോ? അല്ല, ഇങ്ങനെ ചോദിക്കുമ്പോ വെറുതെ ഒരു ഡൗട്ട് വരുന്നു, അതുകൊണ്ടാ. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ചിന്തിക്ക് കുറച്ചുകൂടെ തല പുകയട്ടെ. നിങ്ങളുടെ തല പുകഞ്ഞിട്ടില്ല, അതുകൊണ്ടാ കറക്റ്റ് ആൻസർ വരാത്തെ. ഇവിടെ നമ്മൾ ഒരുപാട് അങ്ങ് ചിന്തിക്കുകയും വേണ്ട. സിമ്പിൾ ലോജിക് ഉപയോഗിച്ചാൽ മതി. അതാ ഞാൻ ചോദിക്കാം. ഇപ്പൊ ഞാനൊരു കമ്പനിയിലെ ഓഡിറ്ററാണ്. ഞാൻ ഓഡിറ്റ് ചെയ്യുന്നത് എന്താ? അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളല്ലേ. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആൻഡ് ഫെയർ ആണോ എന്നല്ലേ നോക്കുന്നേ, അല്ലേ? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആൻഡ് ഫെയർ ആണോ എന്ന് നോക്കണം. അതാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് തന്നെ. അപ്പം ഞാനിപ്പോ പോയിട്ട് അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ എടുക്കും. പി ആൻഡ് എൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ എടുക്കും. ഏത് പി ആൻഡ് എൽ അക്കൗണ്ടാ ഇപ്പൊ അവര് പ്രിപ്പയർ ചെയ്ത് വെച്ചത്, അല്ലെ? ഇവരിപ്പം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞത്, അതായത് പ്രീവിയസ് ഇയറിലെ പി ആൻഡ് എൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. ഇപ്പം ഒരു കമ്പനി ഏത് രീതിയിൽ വേണമെങ്കിലും അവരുടെ ഇയർ എടുക്കാം. അതായത് ഏപ്രിൽ ടു മാർച്ച് എന്ന് പറയുന്ന രീതിയിലും എടുക്കാം, ജാനുവരി ടു ഡിസംബർ ഏത് വേണേലും എടുക്കാമല്ലോ. ഫൈനാൻഷ്യൽ ഇയർ ആയിട്ട് ഫസ്റ്റ് ഏപ്രിൽ ടു 31st മാർച്ച് എടുക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് ജാനുവരി ടു 31st ഡിസംബറും എടുക്കാം. അത് ആ കമ്പനിയുടെ ഇഷ്ടമാണ്. അവരേതാണോ ഫോളോ ചെയ്യുന്നത് അവർക്ക് അങ്ങനെ എടുക്കാം. ഇനി ഇതിലേതാണെങ്കിലും ആ 31st മാർച്ചിന് അല്ലെങ്കിൽ ആ 31st ഡിസംബറിന് അവരെന്ത് ചെയ്യും? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ, അതായത് പി ആൻഡ് എൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ പ്രിപ്പയർ ചെയ്യും, അല്ലെ? ആ ദിവസം പ്രിപ്പയർ ചെയ്യുന്നേ. അപ്പം ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചതിനെ വേണം ഞാൻ പോയി ഓഡിറ്റ് ചെയ്തിട്ട് അതിലൊരു റിപ്പോർട്ട് കൊടുക്കാൻ. അപ്പൊ ഞാൻ എന്നായിരിക്കും ആ റിപ്പോർട്ട് കൊടുക്കുന്നേ? ഇപ്പൊ കിട്ടിയോ? ലോജിക്ക് കിട്ടിയോ? യെസ്. എപ്പോഴാ? എനി ഡേറ്റ് ലേറ്റർ ദാൻ ദി എൻഡ് ഓഫ് ദ പീരീഡ്. കാരണം നമ്മൾ എപ്പോഴും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളാണ് ഓഡിറ്റ് ചെയ്യുന്നത്. ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒന്നെങ്കിൽ 31st മാർച്ചിനായിരിക്കും ആ കമ്പനി പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ 31st ഡിസംബറിലായിരിക്കും അവർ പ്രിപ്പയർ ചെയ്യുന്നത്. അത് എന്തും ആയിക്കോട്ടെ, അന്ന് പ്രിപ്പയർ ചെയ്തു.
അന്ന് തന്നെ എനിക്ക് പോയിട്ട് ഓഡിറ്റ് ചെയ്ത് അന്ന് തന്നെ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. 31 മാർച്ചിന് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തു, അന്ന് പോയി ഞാൻ ഓഡിറ്റ് ചെയ്ത് അന്ന് തന്നെ എനിക്ക് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റത്തില്ല. എനി ഡേറ്റ് ലേറ്റർ ദാൻ ദി എൻഡ് ഓഫ് ദ പീരീഡ്. ആ ഒരു പീരീഡ് എൻഡ് ചെയ്യുന്നതിന്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഏത് ഡേറ്റിൽ വേണമെങ്കിലും ഓഡിറ്റർ റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യാം, ഓഡിറ്റ് ചെയ്ത് അതിന്റെ റിപ്പോർട്ട് കൊടുക്കാം. ഓക്കെ, യെസ്. ഇത് സിമ്പിൾ ചോദ്യമാ. ഇത് ഒരുപാട് ചിന്തിച്ചു നിങ്ങൾ. ചില സാഹചര്യങ്ങളിൽ സിമ്പിൾ ലോജിക്ക് മതി. നമ്മൾ എന്ത് ചെയ്യും? സിമ്പിൾ ആയിട്ട് നോക്കത്തില്ല. സിമ്പിൾ ആയിട്ട് ആലോചിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ നമ്മൾ വിചാരിക്കും ഇത് ഇങ്ങനെ അല്ല, ഇതിനകത്ത് വേറെ എന്താണ്ടൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് നമ്മൾ ഇരുന്ന് ആലോചിച്ച് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് അങ്ങ് കടന്ന് ചിന്തിച്ച് ഒരു ആൻസർ കൊണ്ടുവരും. പക്ഷെ യഥാർത്ഥത്തില് വളരെ സിമ്പിള്, നേരെ ഡയറക്റ്റ് ആയിട്ട് ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യമാ. നമ്മൾ അതിനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിന്തിച്ചു പോയിട്ട് തെറ്റായിട്ടുള്ള ആൻസറിലോട്ട് വരും. യെസ്, അടുത്ത ചോദ്യം നോക്കിക്കേ. ഇവിടെ ഓഡിറ്റർ റിപ്പോർട്ട് എപ്പോഴും ഇഷ്യൂ ചെയ്യുന്നത് അക്കൗണ്ടിംഗ് പീരീഡ് കഴിയണം, ഓഡിറ്റ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആവണം, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ ആ കമ്പനി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കണം. ഇതൊക്കെ കഴിഞ്ഞാലേ ഓഡിറ്റർക്ക് റിപ്പോർട്ട് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. യെസ്. ഓണർ ഓഫ് വർക്കിംഗ് പേപ്പേഴ്സ് ഇൻ എ കമ്പനി ഓഡിറ്റ്. വർക്കിംഗ് പേപ്പേഴ്സ് ആരുടെ ഓണർഷിപ്പിലാന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ? യെസ്, ഓഡിറ്റർക്കാണ് ഓണർഷിപ്പ്. വർക്കിംഗ് പേപ്പേഴ്സ് ഓഡിറ്റർക്കാണ് ഓണർഷിപ്പ് ഉള്ളത്. യെസ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം.